ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വേറിട്ട ഒരു മുഖവും ചിന്തയും പെരുമാറ്റ രീതിയും സമീപനമുള്ള വ്യക്തിത്വമാണ് ശശി തരൂരിന് സംശയം. അപ്പൊ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഒരു ധാരണ വ്യക്തമായിട്ടുള്ള ഒരു കക്ഷിയാണ് ശശി തരൂർ. ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയം ശശി തരൂർ പ്രയോഗിക്കുന്നില്ല. പാർട്ടിയിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് മാറി. ഇതൊക്കെയാണ് ഈ തരൂരിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റത്തെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി. ഇത് കേരളം മുഴുവൻ മലപ്പുറം പോലെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത മുഖ്യമന്ത്രിയായി ശശി തരൂർ വേണമെന്നുള്ളത് UDF-ൽ തന്നെ 28% ആളുകളുടെ ആഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. VD സതീശനും അതുപോലെയുള്ള ആളുകളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തുമ്പോൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖം ഇനി മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും സാധാരണ ജനങ്ങളും ആഗ്രഹിച്ചു വരുന്നത്. യുവാക്കൾ പോലും പറയുന്നത് ശശി തരൂർ ആയിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? വളരെ ലളിതമായൊരു ഉത്തരവേ അതിനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ എവിടെയാണെങ്കിലും ഇപ്പോൾ ഒരു കള്ളൻ കട്ടിട്ടത് മറച്ചു വയ്ക്കുന്ന എന്തിനാണ്? ഒരു താനൊരു കളവ് നടത്തി എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ. അതായത് കളവ് മോശമാണെന്ന് കള്ളന് തന്നെ നല്ല ബോധ്യമുണ്ട്. അത് മോശമാണെന്ന് അറിയാതിരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇയാൾ മറച്ചു വയ്ക്കുന്നത്. എന്നുവെച്ചാൽ നല്ലതാകാനുള്ള ആഗ്രഹം. മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ നന്മയോടുള്ള ഒരു ആഭിമുഖ്യമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ക്വാളിറ്റിയോടുള്ള ആഭിമുഖ്യം. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ പല ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ആപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാനാണെങ്കിൽ നമ്മൾ എത്ര സ്റ്റാർ ഉണ്ടെന്ന് നോക്കും അല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുന്നത് ക്വാളിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഗുണം അല്ലെങ്കിൽ മേന്മ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് താല്പര്യമുണ്ടാകും. ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു ഗുണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മേന്മയുടെ കാര്യത്തിൽ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് ആര്? ശശി തരൂർ എന്നുള്ളത്. അത് നമ്മുടെ കോൺഗ്രസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും BJPയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വേറിട്ട ഒരു മുഖവും ചിന്തയും പെരുമാറ്റ രീതിയും സമീപനമുള്ള വ്യക്തിത്വമാണ് ശശി തരൂരിന് സംശയമില്ല. ശശി തരൂരിന്റെ പല നീക്കങ്ങളും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അമർശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോകുമ്പോഴും ഈ പറയുന്ന VD സതീശനെ ആണെങ്കിലും ഒക്കെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ലീഡർ എന്നൊക്കെയുള്ള ഒരു പദവിയും നൽകിയിരുന്നു. ആ ഒരു സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ മാറി ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടാവില്ല? അതിന്റെ കാരണമുണ്ട്. കാരണം ലോകം മാറുകയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവം എടുത്തു നോക്കുക. കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ കുറേ യുവാക്കളുടെ നിര വന്നിട്ടുണ്ട്. പക്ഷേ ആ യുവാക്കളുടെ നിര വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ പഴയ ചാലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. ആ പഴയ ചാലിലൂടെ തന്നെ അതിനകത്ത് തന്നെ ചിലരെക്കോട്ട് ഒഴിവാക്കി ചില പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പുതിയൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ചിലതൊക്കെ നല്ലതുമാണ്. ഒരുപാട് കഴിവുള്ള യുവാക്കൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ കേരളത്തിലുണ്ട്. മറ്റൊരു പാർട്ടിയിൽ BJPയിലും ഇല്ല, CPMലും ഇല്ല. വളരെയധികം കഴിവുള്ള യുവാക്കളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ പഴയ ചാലിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഒരു പുതിയതായിട്ട് നമ്മൾ മാറുന്ന കാലം, ഈ മാറിയ കാലത്തെക്കുറിച്ചിട്ട് ഉള്ളൊരു ചർച്ചയിലേക്ക് ഈ പുതിയ തലമുറയ്ക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിലെ VD സതീശനാണെങ്കിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്ക് സക്കർബർഗ്, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഉടമ, അദ്ദേഹം സാം ആൾട്ട്മാൻ്റെ സ്ഥാപനത്തിനകത്തുനിന്ന് OpenAIയിൽ നിന്ന് 4 പേരെ അദ്ദേഹം റാഞ്ചി എടുത്തുകൊണ്ട് പോയത് 800 കോടി ശമ്പളം ഒരു വർഷം കൊടുത്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ AGI, ആർട്ടിഫിഷ്യൽ ജനറേറ്റീവ് ഇൻ്റലിജൻസും സൂപ്പർ ഇൻ്റലിജൻസും, ഇത് രണ്ടും നിക്ഷേപിച്ചിരിക്കുകയാണ്. സൂപ്പർ ഇൻ്റലിജൻസ് മനുഷ്യനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ, അതിഗംഭീരമായിട്ട് രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള സംഗതിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നാളെ ഇതിൻ്റെ റിസൾട്ട് വരും. കാര്യം നമ്മളിപ്പോൾ തന്നെ നിർമ്മിത ബുദ്ധിയുടെ വളരെ പല തലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നാളെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്നൊരു വിഷയമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ലോകത്തിന് അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്? കേരളത്തിന് എങ്ങനെ മാറാൻ കഴിയും? ഇന്ത്യക്ക് എങ്ങനെ മാറാൻ കഴിയും?
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു ഡയറക്ഷനിൽ അവരത് നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഡീപ് സീക്ക് അനൗൺസ് ചെയ്ത് 48 hours തന്നെ നമ്മുടെ IT മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് നമ്മളുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു, നമ്മുടെ AI മോഡൽ അനൗൺസ് ചെയ്തു. മിക്കവാറും ഒരു 2 മാസത്തിനകം നമ്മുടെ AI മോഡൽ വരും. നമ്മുടെ AI മോഡൽ വന്ന് ഇതുപോലും നമ്മളുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പൊതു ചർച്ചയിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു AI മോഡൽ വന്നു കഴിഞ്ഞാൽ ലോകത്തെങ്ങും ഇല്ലാത്തൊരു പുതിയൊരു മോഡലാണ് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് $1 ഉണ്ടെങ്കിൽ 1 മണിക്കൂറത്തേക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിൽ, എനിക്കോ അല്ലെങ്കിൽ ഹർഷയ്ക്കോ വേണമെങ്കിൽ പോയിട്ട് ഈ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏതാ ഇപ്പം AI ഈ ഒരു മോഡൽ. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ ഇപ്പം അവിടെയൊക്കെയാണ് സർക്കാർ ചിന്തിക്കേണ്ട സ്ഥാനം. അതേപോലെ സന്നദ്ധ സംഘടനകൾ ചിന്തിക്കേണ്ടത്, വ്യക്തികൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ 2 മാസത്തിനകം ഇത്തരം ഫെസിലിറ്റി ഇന്ത്യയിൽ വരാൻ പോകുന്നു. അങ്ങനെ വരാൻ പോകുന്ന സമയത്ത് എങ്ങനെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇവിടുത്തെ കോളേജസിൽ പോലും ചിന്തിക്കുന്നില്ല. ഇവിടെ ഇപ്പം വിദേശ സർവകലാശാലകൾ വരുന്നു എന്ന് പറയുന്നു. ഇവിടുത്തെ എന്തുകൊണ്ട് നമ്മുടെ സ്വാശ്രയ കോളേജുകൾ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. കോടിക്കണക്കിന് റുപ്യ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക നന്മ മരങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ സംഭാവനയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു 50 ലക്ഷം രൂപ പോലും വേണ്ട. ഒരു കോളേജിലൊരു ടീമിനൊരു നല്ല പ്രോജക്റ്റും കൊടുത്തിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു ടീമിനെ അവിടേക്ക് അയച്ചിട്ട് കോമൺ കമ്പ്യൂട്ടർ ഫെസിലിറ്റി എന്നാണ് പറയാനും, അതിലേക്ക് അയച്ചിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൂടാ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുമ്പോഴാണ് ഈ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവുകയും ഒരു സെൻസ് ഓഫ് ഡിറക്ഷൻ ഉണ്ടാകുന്നത്, ഒരു ദിശാബോധം ഉണ്ടാവുകയും നമുക്ക് രാജ്യത്തിനും നമുക്കും വ്യക്തിക്കും സമൂഹത്തിനും മുമ്പോട്ട് പോകാമെന്നുള്ള ധാരണ വരുന്നത്. ഇത്തരം ഒരു ധാരണ വ്യക്തമായിട്ടുള്ളൊരു കക്ഷിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ലോകത്തിനെ കുറിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ച് അറിയാം. അതോടൊപ്പം വളരെയധികം അപ്ഡേറ്റഡ് ആണ്. അത് മാത്രമല്ല മാനുഷിക വശങ്ങളെ കുറിച്ചുള്ള ചിന്ത അറിയാം. അദ്ദേഹം ഒരു ലിറ്റററി ഫിഗറും പിന്നെ അതേപോലെ തന്നെ ഒരു സ്വതന്ത്ര ചിന്തകനും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, ഏത് സംഭാഷണമാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഏത് സംസാരിക്കുമ്പോഴും ഒരു പരിധിക്കപ്പുറം ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയം ശശി തരൂർ പ്രയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ആരും നോക്കാതെ ചെയ്യുന്നു. ഇപ്പൊ പാർട്ടിയെ പോലും നോക്കാതെ ഇപ്പൊ നമുക്കറിയാൻ പറ്റിയ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ലോകരാജ്യങ്ങളോട് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തും സംസാരിക്കാൻ പോയപ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല എന്ന് മാത്രമല്ല ഇപ്പൊ രാജ്യത്തിന്റെ വിഷയം അതിനകത്തൊരു ക്ലാരിറ്റി തരൂരിനുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനകത്ത് എന്ത് കളിക്കുന്നു, രാഷ്ട്രീയം അദ്ദേഹം കളിക്കും. കാരണം ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഈ കുറച്ച് കളിയില്ലാതെ പറ്റത്തില്ല. പക്ഷെ അവിടെ എങ്കിൽ പോലും അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് ക്രിയേറ്റീവായിട്ടാണ് ചെലവഴിക്കുന്നത്. അത് പൊളിറ്റിക്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് ഈ തരൂരിനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും. വിശേഷിച്ചും രക്ഷകർത്താക്കൾക്കുണ്ടാവും, യുവാക്കൾക്കുണ്ടാവും, യുവതികൾക്കുണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ആക്രമിക്കുന്ന ഒരു മുഖമില്ലാത്തൊരു വ്യക്തിയും കൂടെയാണ് അല്ലേ. എന്തുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മറുപടി പറയും അല്ലേ. ഇപ്പം മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ടെ മീറ്റിങ്ങിന് പോയിട്ട് തന്നെ ഹമാസ് ഇസ്രായേലിലെ ജനങ്ങളെ കൊന്നതും ശരിയായില്ല എന്ന് പറഞ്ഞു. അതല്ലേ ശരി. മനുഷ്യ സ്നേഹം ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ജാതി നോക്കിയിട്ടല്ലോ മനുഷ്യ സ്നേഹം നിശ്ചയിക്കേണ്ടത് അല്ലേ, മതം നോക്കിയിട്ടല്ലല്ലോ. അപ്പൊ അങ്ങനെ വ്യക്തമായൊരു നിലപാടുകളുണ്ട്. ആ നിലപാടിനൊരു മാനുഷിക വശം അദ്ദേഹങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഈ ശശി തരൂരിനോട് ആൾക്കാർക്ക് ഇത്രയധികം താല്പര്യം വരുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു 5 വയസ്സുള്ള കുട്ടിയോട് പോലും ആ കുട്ടിയുടെ നിലയിലേക്ക് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏത് വ്യക്തിയാണ്, ഇപ്പോൾ ഒരു കൈനോട്ടക്കാരനാണെങ്കിൽ കൈനോട്ടക്കാരനോടും അദ്ദേഹം വളരെ കൗതുകത്തോടെ അറിയാനുള്ള താല്പര്യത്തിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ളൊരു മനുഷ്യനും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റീസിനെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇടപെട്ടും പല പല ക്രൈസിസുകളിൽ ഇടപെട്ടുള്ള എക്സ്പീരിയൻസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവ പാരമ്പര്യവും അത് നമ്മളിപ്പോൾ ഇദ്ദേഹം വിദേശ യാത്രയിൽ ഇപ്പം നമ്മളത് നേരിട്ട് കണ്ടതാണ് സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് ഈ കേരളത്തിന് കിട്ടുകയാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ സർഗാത്മകതയുള്ള യുവാക്കളുള്ള സ്ഥലമാണ്. പക്ഷെ അതെല്ലാം നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരിക എന്നുള്ളൊരു ആഗ്രഹം ഈ ജനതയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ സർവേയിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ഈ സർവേയിൽ തന്നെയും ഇപ്പൊ നിലവിലുള്ള സർക്കാരിനോട് എതിർത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിൽ തൃപ്തരല്ല എന്നുള്ള രീതിയിലാണ് സർവേ കഴിഞ്ഞു. LDFനെതിരെ ഇങ്ങനെ ഒരു സർവേ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്തായിരിക്കും? എന്തായാലും ഒരു ന്യായം അവർ പറയുമല്ലോ.
തീർച്ചയായിട്ടും അവിടെ ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അതെ, മനസ്സിലായോ? എപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് നോക്കുക, അന്തർധാരയായിട്ട് നമ്മൾ ജാതിയും മതവും ഒക്കെ ഇട്ടായിരിക്കും കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ സർവേയുടെ പിന്നിലുള്ളത് മുസ്ലിം വർഗീയത ആയിരിക്കുമെന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് സർവേക്കകത്ത് ഈ പറഞ്ഞ പോലെ ഇവരാരെയൊക്കെ മീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർവേ എന്ന് പറയുന്നത് ഫുൾ പ്രൂഫ് അല്ല. അതെ, പക്ഷേ സർവേ അല്ല കണക്കാക്കുന്നത്. നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ഇതിനകത്ത് പൊളിറ്റിക്സ് ആണ് നമ്മൾ കാണേണ്ട സാധനം. ഇപ്പോൾ പൊളിറ്റിക്സിനകത്ത് വരുമ്പോഴത്തേക്ക് ഈ മുസ്ലിം മതരാഷ്ട്രവാദത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന് ആര് തുണയ്ക്കുന്നു. ഇപ്പോൾ പല പല വിഷയങ്ങൾ കയറി വരും. ഉദാഹരണത്തിന് ഇപ്പം നൊയമ്പ് സമയത്ത് മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കാൻ കിട്ടത്തില്ല എന്നുള്ളൊരു സംഗതി BJP മുൻ പ്രസിഡന്റ് പറയുകയുണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ അതിനകത്തൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയുള്ള സംഗതി വരുമ്പോഴത്തേക്ക് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇത് ശരിയാണല്ലോ, ഇത് കേരളം മുഴുവൻ മലപ്പുറം പോലെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെയൊക്കെയാണ് ഈ വികാരങ്ങൾ ആളിക്കത്തിക്കാനായിട്ടൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് പറ്റുക. അപ്പോൾ അത് പല സ്ഥലങ്ങളിലേക്കും അപ്പോഴത്തേക്ക് സാധാരണക്കാർ ചിന്തിക്കും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷമായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ജനം ചിന്തിക്കും, ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത്, ശരിയാ, ചില മുസ്ലിങ്ങളുടെ കടകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ നൊയമ്പ് സമയത്ത് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് കേരളം മുഴുവൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇത് അറബ് രാജ്യം പോലെ ആവില്ലേ? ഇപ്പോൾ സൗദി പോലും മാറുന്നു. സൗദിയിലില്ലാത്ത ഒരു അറബ് സംസ്കാരം കേരളത്തിലേക്ക് വരില്ലേ? ഇങ്ങനെയുള്ള സംഗതികളായിരിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കത്തിക്കയറാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM പ്രത്യക്ഷ ഹിന്ദു പാർട്ടിയായിട്ടുള്ള BJP യുമായിട്ടുള്ള ഒരു അന്തർധാര വരാൻ പോകുന്നു.